ആ നിമിഷം ബെയിലിന് രക്ഷപ്പെടാനുള്ള സൗകര്യം ഒരുക്കിയതുപോലെ തന്നെ ഇപ്പോഴും അയാൾക്ക് ജാമ്യം കിട്ടാനായിട്ട് ഇവരും സഹായിക്കുന്ന പോലെയാണ്. നീതി നേടിത്തരുന്ന ആരാണ്? അഭിഭാഷകരാണ്. അതേ അഭിഭാഷകരുടെ ഇടയിൽ വെച്ചിട്ടാണ് ഷാമിലിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്. 3 ദിവസം കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാൻ പറ്റാത്ത ഒരു സാഹചര്യം ആഭ്യന്തര വകുപ്പിന്റെ നട്ടലില്ലായ്മ എന്ന് തന്നെ പറയേണ്ടതല്ലേ? മോപ്പ് സ്റ്റിക്ക് വരെ ഉപയോഗിച്ചാണ് ആ സ്ത്രീയെ ആക്രമിച്ചത്. അപ്പൊ അതിന്റെ അത്രയും ക്രൂരമാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യം. സീനിയർ ജൂനിയർ ഹൈറാർക്കി വന്നിട്ടാണോ അവിടെ എല്ലാം നമുക്ക് ഉണ്ടാവുന്നത്? എല്ലാ തൊഴിലിടങ്ങളിലും ഈ പ്രശ്നങ്ങളുണ്ട്. തിരുവനന്തപുരം വഞ്ചിയൂരിൽ ജൂനിയർ അഭിഭാഷകയെ അഡ്വക്കേറ്റ് ഷാമിലിയെ സീനിയർ അഭിഭാഷകൻ അതിക്രൂര മർദ്ദനത്തിന് ഇരയാക്കിയതിന് ഞെട്ടലിലാണ് നമ്മളെല്ലാവരും. സംഭവം നടന്ന 3 ദിവസം പിന്നിടുമ്പോഴും ഇതുവരെയും പ്രതിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? സർക്കാരിന്റെ സമ്മർദ്ദത്തിൽ പോലീസ് വഴങ്ങുകയാണോ? വിശദമായി പരിശോധിക്കാം. ഇതാണ് ഇന്ന് ടോക്കിംഗ് പോയിന്റ് ചർച്ച ചെയ്യാൻ നമ്മോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും അമ്മു ചേരുന്നു. അമ്മു, നമസ്കാരം. അമ്മു, എങ്ങനെയാണ് ഇപ്പോൾ 3 ദിവസം പിന്നിടുന്നു അഡ്വക്കേറ്റ് ഷാമിലിയെ ബെയിലിൻ ദാസ് എന്ന സീനിയർ അഭിഭാഷകൻ മർദ്ദനത്തിന് ഇരയാക്കിയിട്ട്? ഇതിൽ എന്തായിരുന്നു ബാർ അസോസിയേഷൻ നിലപാട്? ബാർ അസോസിയേഷന്റെ നിലപാട് പറയുമ്പോൾ ഷാമിലി പറഞ്ഞ ആരോപണങ്ങളും കൂടി നമ്മൾ കേൾക്കേണ്ടതാണ്. കാര്യം ഷാമിലി പറയുന്നുണ്ട്, ബാർ അസോസിയേഷനെ അറിയിച്ചപ്പോൾ അവർ വന്നു. ഈ സംഭവം നടന്നു കഴിഞ്ഞ ശേഷം അറിയിച്ചപ്പോൾ അവർ വന്നു. ആ ഓഫീസിൽ ബാർ അസോസിയേഷൻ ഉണ്ടായിരുന്ന സമയത്താണ് പോലീസ് എത്തുന്നത്. പക്ഷേ അവർ ബെയിലിന് രക്ഷപ്പെടാനുള്ളൊരു സമയവും സാഹചര്യവും ഒരുക്കി കൊടുത്ത രീതിയിലാണ് ഷാമിലി ആരോപണം ഉന്നയിച്ചത്. അത് ബാർ അസോസിയേഷൻ നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും ആ ഓഫീസിൽ പോലീസ് കയറരുത് എന്ന് ബാർ അസോസിയേഷന്റെ ഭാഗം. അങ്ങനെ പറയാൻ മാത്രം, ഒരു ഓഫീസിൽ കയറി വക്കീലിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ മാത്രം എന്ത് മഹത്വമാണ് ഓഫീസിനുള്ളത്? മഹത്വം എന്നതല്ല, അവിടെ നിയമത്തിന് മുന്നിൽ അവരതിന് മുകളിലൊന്നുമല്ല. അവിടെ ഇരിക്കുന്നത് അഭിഭാഷകരാണ് എന്ന് വിചാരിച്ച് നിയമം അവർക്കും ബാധകമാണ്. അതിന് മാത്രമുള്ള പ്രത്യേകതയൊന്നും ബാർ അസോസിയേഷൻ പറയുന്ന പോലെ ആ ഓഫീസിനില്ല. അപ്പോൾ അതൊരു കൃത്യമായൊരു നീതി നടപ്പാക്കാനുള്ളൊരു അതിനെ മുടക്കി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു നീതി അവിടെ കിട്ടിയില്ല ഷാമിലിക്ക് ആ സമയത്ത്. ഉടനടി അതൊരു നീതി നടന്നില്ല. ബാർ അസോസിയേഷൻ സെക്രട്ടറി ഉണ്ട്, അഡ്വക്കേറ്റ് ജി മുരളീധരൻ. അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്ഥലത്തെത്തി, സംഭവ സ്ഥലത്ത് ഉടൻ തന്നെ എത്തിയിരുന്നു. പക്ഷേ ചെയ്ത ഒരു ഇരട്ടത്താപ്പാണെന്നാണ് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത്. കാരണം അവിടെ ചെന്ന് ആശുപത്രിയിലേക്ക് പോകാൻ ഷാമിലി ജൂനിയർ അഡ്വക്കേറ്റിനോട് ആശുപത്രിയിൽ പോകാൻ പറയുകയും അതേസമയം മറ്റേയാളെ സേഫ് ആക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് അവരെടുത്തത് അവിടെ. അതെ, തീർച്ചയായും. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചകളിലൊക്കെ ഇദ്ദേഹം മുരളീധരൻ പറഞ്ഞത് ബെയിലിനും മർദ്ദനമേറ്റു എന്നാണ്. അതൊരു ലൂപ്പ് ഹോളാണ്. അഭിഭാഷകനും മർദ്ദനമേറ്റു. അപ്പോൾ തിരിച്ച് എങ്ങനെ ഒരു ജാമ്യത്തിന് ഇന്ന് ബെയിലിൻ മൂവ് ചെയ്തു, ഏറ്റവും ഒടുവിലെ മുൻകൂർ ജാമ്യാപേക്ഷ തേടി മൂവ് ചെയ്തു എന്നുള്ളൊരു വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനെങ്ങനെ ലൂപ്പ് ഹോൾ ഉണ്ടാക്കാം? ജാമ്യത്തിനായി. അതാണ് അവിടെ സംഭവിച്ചത്. അത് അപ്പോൾ ആ നിമിഷം ബെയിലിന് രക്ഷപ്പെടാനുള്ള സൗകര്യം ഒരുക്കിയതുപോലെ തന്നെ ഇപ്പോഴും അയാൾക്ക് ജാമ്യം കിട്ടാനായിട്ട് ഇവരും സഹായിക്കുന്ന പോലെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നീതിക്ക് വേണ്ടി വാദിക്കുന്നവർ തന്നെ അതിനെ സ്വന്തം കൂട്ടത്തിലുള്ള ഒരാൾക്കൊരു അപകടം സംഭവിക്കുമ്പോഴും മാറി നിൽക്കുന്ന ഒരു സാഹചര്യം. തീർച്ചയായും. കാര്യം ഒരാശ്രയവും കിട്ടാതെ സ്ത്രീ ആയാലും പുരുഷനായാലും അവസാനം എത്തുന്ന ഒരു സ്ഥലമാണ് കോടതി. അപ്പോൾ ആ നീതി, അവർക്ക് വേണ്ട നീതി നേടിത്തരുന്ന ആരാണ്? അഭിഭാഷകരാണ്. അതേ അഭിഭാഷകരുടെ ഇടയിൽ വെച്ചിട്ടാണ് ഷാമിലിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്. അത് നീതി നിഷേധമാണ്. അതേസമയം ഒരു യുവതി എന്ന രീതിയിലുള്ളൊരു പരിഗണനയും ഷാമിലിക്ക് അവിടെ കിട്ടിയിട്ടില്ല. അമ്മ, എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇതിന് മുന്നേയും ബെയിലിൻ ദാസ് ഉപദ്രവിച്ചിട്ടുണ്ട് ഷാമിലി എന്നൊരു വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ചോദ്യം ഉയരാം, എന്തുകൊണ്ടാണ് വീണ്ടും അവിടെ തന്നെ തുടർന്നത് ഷാമിലി എന്നുള്ളത്? അതെ, ചോദ്യം അത് പ്രധാനമാണ്. കാര്യം ടോക്സിക് ആയിട്ടൊരു എൻവയോൺമെന്റ് ആ ഓഫീസിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് ഷാമിലി തിരിച്ചു വന്നു? പ്രധാനപ്പെട്ട നമുക്ക് തൊഴിലില്ലായ്മ ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഈ അഭിഭാഷകർക്കിടയിലും ഇവർക്ക് അധികം അവസരങ്ങൾ ഇല്ല എന്നാണ് പൊതുവേ ഉള്ളൊരു കാര്യം. അപ്പോൾ അത് മാത്രമല്ല, എക്സ്പോഷർ അധികം കിട്ടാത്ത ഒരു തൊഴിൽ മേഖല കൂടിയാണ്. അതുകൊണ്ട് പല കാരണങ്ങളുണ്ടാകും. ചിലപ്പോൾ ഇവിടെ നിന്ന് ഇനി പോയി കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലത്ത് ജോലി കിട്ടില്ല എന്നുള്ള ഷാമിലിയുടെ ഇൻസെക്യൂരിറ്റീസും അതിൻ്റെ അകത്ത് കൃത്യമായിട്ടുണ്ട്. അതാണ് ഒറ്റപ്പെടുത്തുക. മാത്രമല്ല, അദ്ദേഹം ഒരു സീനിയർ ആയിട്ടുള്ള അഭിഭാഷകനാണ്, പേരെടുത്ത ഒരാളാണ്. അപ്പം ഇനിയൊരു സീനിയർ അഭിഭാഷകന്റെ അടുത്ത് എത്തുമോ ഇല്ല, ഇനി ഇയാൾ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ വേറൊരു അഭിഭാഷകൻ ഇടുമോ, ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ സൊസൈറ്റിയിൽ? ആ ഒരു പ്രശ്നം ഷാമിലിക്ക് അവിടെ ഉണ്ട്. എങ്കിലും ടോക്സിക് ആയിട്ടൊരു എൻവയോൺമെന്റിൽ വർക്ക് ചെയ്ത അനുഭവം ഷാമിലിക്ക് മുൻപുണ്ടെങ്കിൽ അങ്ങനെ ഒരു തൊഴിലിടത്തിലേക്ക് തിരിച്ചു പോകുന്ന, സത്യം പറഞ്ഞാൽ അത് നമുക്ക് ചോദിക്കേണ്ടതാണ്. എന്തുകൊണ്ട് പോയി ഷാമിലി എന്നുള്ളത്? അത് അവരുടെ തൊഴിലിടത്തിന്റെ പ്രശ്നങ്ങൾ, അവർക്ക് തൊഴിൽ കിട്ടാത്തതിനും വേതനം കിട്ടാത്ത പ്രശ്നങ്ങളും ഉണ്ട്. പ്രത്യേകിച്ച് വേതനപരമായിട്ടും ഈ തൊഴിലിടത്തിൽ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും
ശമ്പളം അല്ലെങ്കിൽ അത്രയും ഒരു വേതനം കൃത്യമായ വേതനം ഒന്നും കിട്ടാത്തൊരു സ്ഥലമാണ്. അതും അവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, പി രാജീവ് അദ്ദേഹം ഇന്നലെ വന്ന് പിന്തുണ അറിയിച്ചിരുന്നു ഷാമിലിക്ക്. എന്നിരുന്നാലും സർക്കാരിന് ഒരു അഭാവം ഇതിൽ ചൂണ്ടിക്കാണിക്കേണ്ടതല്ലേ? കാരണം എന്തൊരു ചെറിയ നിസ്സാര കേസിന് വരെ പോലീസ് ഭീകരരെ അറസ്റ്റ് ചെയ്യുന്ന പോലെ അറസ്റ്റ് ചെയ്ത ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും ഇത്രയും വിക്ടിമും അവിടെയുണ്ട്, പ്രതിയും അവിടെ ഉണ്ടായിട്ട് പോലും കൺമുന്നിൽ നിന്നാണ് മാഞ്ഞുപോയത് പ്രതി. എന്നിട്ടും എന്തുകൊണ്ടാണ് സർക്കാരിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങുന്നതാണോ പോലീസ്? ഒരു കാര്യം പറഞ്ഞാൽ അഭിഭാഷക സമൂഹം എന്ന് പറയുന്നത് രാഷ്ട്രീയ തലത്തിലായാലും വലിയ സ്വാധീനമുള്ളൊരു സമൂഹമാണ്. നമുക്കത് കുറച്ചുകൂടി മനസ്സിലാകുക 2016 ഇതേ വഞ്ചൂർ കോടതിയിൽ വെച്ചാണ് മാധ്യമപ്രവർത്തകർക്ക് അഭിഭാഷകർ സംഘം ചേർന്ന് ആക്രമിക്കുന്നത്. അപ്പം അതെന്ന് പറഞ്ഞാൽ അത്രയും സംഘം ചേർന്ന് അത്രയും ഒത്തൊരുമയുള്ള സമൂഹമാണ് അഭിഭാഷകർ എന്നാണ് പൊതുവിലൊരു ധാരണ. അവർക്കിടയിൽ ഒരാൾക്കാണ് ഈ സംഭവം പറ്റുന്നത്. എന്നാലും അഭിഭാഷകർ അത്രയും സ്വാധീനമുള്ളവരാണ്. അതിലോട്ട് ഇടപെടാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ സർക്കാരിന്റെ തലത്തിൽ നിന്ന് ഉണ്ടെന്നാണ് ഇതുവഴി മനസ്സിലാവുന്നത്. CPM വേണ്ടി മത്സരിച്ച ഒരാൾ കൂടിയാണ് ബെയിലിൻദാസ്, പ്രതിയായ ബെയിലിൻദാസ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു സമ്മർദ്ദവും കൂടെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്തായാലും എന്ന് തോന്നുന്നു. അത് അങ്ങനെ ആകാം. പിന്നെ മറ്റെല്ലാ കേസുകളിലും എടുക്കുന്ന കേസുകളെല്ലാം സ്വമേധയാ ഇടപെടുന്ന ഒരു കോടതിയുടെ സ്വഭാവമുണ്ട്. എന്നിട്ടും ഇവിടെ അത് ഉണ്ടായിട്ടില്ല. മറ്റ് കേസുകളിൽ ഉള്ളതുപോലെ അതും അഭിഭാഷകർക്കിടയിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. അത്രയും തൊഴിലെടുത്ത് വെച്ച് തന്റെ കൂടെ വർക്ക് ചെയ്ത സഹപ്രവർത്തകരുടെ മുന്നിൽ വെച്ചാണ് ആ സ്ത്രീ ആക്രമിക്കപ്പെടുന്നത്. കേരളത്തിൽ തന്നെ കേട്ടുകേൾവില്ലാത്ത അതെ, ഇതുവരെ അങ്ങനെ സംഭവം നമ്മൾ കേട്ടിട്ടില്ല. ഉണ്ടായിരിക്കാം, പക്ഷേ ഇങ്ങനെ ഒരു പുറത്ത് അറിയുന്ന ഒരു സംഭവം ആദ്യമായിട്ട് മോപ്പ് സ്റ്റിക്ക് വരെ ഉപയോഗിച്ചാണ് ആ സ്ത്രീയെ ആക്രമിച്ചത്. അപ്പൊ അതിന്റെ അത്രയും ക്രൂരമാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യം. അത് വളരെ മോശമാണ്. സർക്കാർ ഇനിയും അത് കൃത്യമായി അതിന് ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് പോവേണ്ട ഒരു സംഭവമാണ് നടന്നത്. ആ സ്ത്രീയെ പൊതുസമൂഹത്തിൽ വെച്ച് വർക്ക് പ്ലേസിൽ വെച്ചാണ് അത്രയും ക്രൂരമായി മർദ്ദിച്ചത്. അങ്ങനെ മർദ്ദനത്തിനിരയാക്കിയ ഒരു നരാധമനെ തേടി 3-ാം ദിവസം പോലീസുകാര് നട്ടം തിരിയുകയാണ്. ഇതുവരെ ഒരു എവിഡൻസും ആ ഒരു അവസ്ഥ കാര്യം കൺമുന്നിൽ വെച്ചാണ് അയാൾ രക്ഷപ്പെട്ടു പോകുന്നത്. ലൂപ്പ് ഹോൾ ഉണ്ടാക്കി കൊടുത്തത് ബാർ അസോസിയേഷൻ ആണെന്നും ആരോപണങ്ങളുണ്ട്. അതാണ് അത്രയും ഒത്തൊരുമയുള്ള സമൂഹമാണ് അഭിഭാഷകർ എന്നുള്ളതിന്റെ പോയിന്റ് തന്നെയാണ് അവിടെ ഉള്ളത്. പക്ഷേ അവർക്കിടയിൽ ഒരു പ്രശ്നം വന്നപ്പോൾ ഇതേ ഒത്തൊരുമ മറ്റു കാര്യങ്ങൾക്കുള്ളത് ഉണ്ടോ എന്നുള്ളത് മാത്രം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ പോലീസുകാർ പ്രതികളെ സഹായിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാവുന്നുണ്ടോ? എന്താണ് സ്വാധീനം ആണ് പ്രശ്നം. അത് ഇദ്ദേഹം ഒരു ക്രിമിനൽ വക്കീലാണ്. അതെ, പ്രിവിലേജ് ഉള്ള അതെ, അഭിഭാഷകർക്കിടയിൽ തന്നെ പ്രിവിലേജ് ഉള്ള ആൾക്കാരുണ്ട്. അതിന്റെ പ്രശ്നം ഉണ്ട്. സീനിയർ ജൂനിയർ എന്ന് പറയുന്ന ഒരു വേർതിരിവ് അവിടെ ഉണ്ട്. അതാണ് ഇതിന്റെ പ്രധാന പ്രശ്നം. ഇപ്പം നമ്മളിപ്പോ കോളേജിലെ റാഗിംഗ് എന്നൊക്കെ പറയും. അത് തന്നെയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. റാഗിംഗ് പോലെ തന്നെ സീനിയേഴ്സ് ജൂനിയേഴ്സിനും ഇടയിൽ ഉണ്ടാകുന്ന റാഗിംഗ് പോലെ തന്നെയാണ് ഇവിടെ അഭിഭാഷക സമൂഹത്തിന്റെ ഇടയിൽ. സീനിയർ ജൂനിയർ എന്ന് പറയുന്ന ഹൈറാർക്കി വന്നിട്ടുണ്ടോ? സീനിയർ ജൂനിയർ ഹൈറാർക്കി വന്നിട്ടുണ്ടോ? അവിടെ എല്ലാം നമുക്ക് ഉണ്ടാവുന്നത് എല്ലാ തൊഴിലിടങ്ങളിലും ഈ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇത് ഇപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷം ഇവിടെ അതുണ്ട് എന്നുള്ളത് കുറച്ചുകൂടി നമുക്ക് എവിഡന്റ് ആയിട്ട് വരുവാണ്. തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും. എന്തായിരുന്നു അപ്പോൾ ഷാമിലയുടെ പ്രതികരണം ഇതിന് ശേഷം? ഷാമിലയുടെ പ്രതികരണം 2 രീതിയിലുണ്ടായിരുന്നു. ഒന്ന്, ആദ്യം ആരോപണം ഉന്നയിച്ചു ബാർ അസോസിയേഷനെതിരെ. പിന്നെ ഷാമിലയെ ഇടയ്ക്ക് പറഞ്ഞൊരു പോയിന്റ് കൂടി നമ്മൾ എടുക്കണം. കാര്യം ഷാമില പറഞ്ഞ അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യണമെന്നല്ല എനിക്ക്, അദ്ദേഹത്തെ ഈ വക്കീൽ അതായത് അഭിഭാഷകനെ അദ്ദേഹം ഇവിടെ തുടരാൻ പാടില്ല എന്ന് മാത്രമാണ് ഷാമില ഇടയ്ക്ക് വെച്ചൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു. പക്ഷെ അത് കുറച്ചുകൂടി ഷാമിലയുടെ ഒരു ഭയം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ഒറ്റപ്പെടൽ ഉണ്ടാകുമോ എന്നുള്ളൊരു പ്രശ്നം ഷാമിലിക്കുണ്ട്. ആ ഒരു ഭയമാണ് ഷാമില അവിടെ കാണിച്ചതെന്നാണ്. ഇപ്പോഴും പ്രതിയായ ബെയിലിൻദാസ് ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം ജാമ്യാപേക്ഷയിൽ പറയുന്നത് മനഃപൂർവ്വം സ്ത്രീത്വത്തിനെ അപമാനിക്കാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇത്രയും കൃത്യമായ എവിഡൻസ് ഉള്ളൊരു കേസാണിത്. ഒന്ന് ആലോചിക്കണം. കാര്യം ഒരു സ്ത്രീയെ അടിക്കുക എന്ന് പറഞ്ഞാൽ അതും പൊതുസമൂഹത്തിൽ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് അടിക്കുക, ഇത്രയും എന്താ കാണികൾ ഉണ്ടാവുക അതിന് എന്ന് പറയുന്നത് ഭീകരമായ ഒരു അവസ്ഥയാണ്. അപ്പോഴും എങ്ങനെയാണ് ബെയിൽ കൊടുക്കാൻ സാധിക്കുന്നതെന്നാണ് ചോദ്യം. അത് ഇവർക്ക് എല്ലാ നിയമവശങ്ങളും അറിയാവുന്നവരാണ്. അവിടെയാണ് ഈ സംഭവം നടന്നത്. അപ്പോൾ ഈ 3 ദിവസം കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാൻ പറ്റാത്തൊരു സാഹചര്യം ആഭ്യന്തര വകുപ്പിന്റെ നട്ടലില്ലായ്മ എന്ന് തന്നെ പറയേണ്ടതല്ലേ? അതും അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാര്യം അദ്ദേഹം ഒരു കൊടും ക്രൂരത ക്രിമിനൽ പശ്ചാത്തലം മുൻപുണ്ടായിരുന്ന ഒരാളോ ഒന്നും അല്ലായിരുന്നു. അപ്പം ഒരു അഭിഭാഷകനാണ്, ഒരു സീനിയർ അഭിഭാഷകനാണ്, പ്രിവിലേജ് ഉള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തെ പിടിക്കാൻ സാധിക്കുന്നില്ല. എത്ര സിമ്പിളായിട്ടാണ് അത് പറയാൻ പറ്റുന്നത്. ഒറ്റപ്പെട്ട സംഭവമായി തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. അങ്ങനെ കളയാൻ പറ്റുന്ന ഒരു സംഭവമല്ല നടന്നത്. എങ്ങനെയാ അപ്പം ഇങ്ങനെ ഒരു നിലപാട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാറ്റം, ഇതിനൊരു മാറ്റം എന്നുണ്ടാകും? ഇതിനൊരു മാറ്റം ഉണ്ടാകുക, അത് ഈ സിസ്റ്റം മാറ്റുക എന്ന് പറയുന്നത് എപ്പോഴും അധികാരികൾക്ക്
അധികാരികൾ തന്നെ മുൻകൈ എടുത്ത് മാറ്റേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാലേ ഒരു തൊഴിലിടത്തിലുള്ള വിവേചനവും അല്ലെങ്കിൽ അവരുടെ സുരക്ഷയുമൊക്കെ നമുക്ക് വരും തലമുറയ്ക്കും കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഇദ്ദേഹം ഒരു ക്രിമിനൽ വക്കീലാണ്, സ്വാധീനമുണ്ടെന്നൊക്കെ പറഞ്ഞാലും തെറ്റ് ചെയ്തവൻ പ്രതിയാണ്, തെറ്റുകാരനാണ്. ഇതിനു മുൻപും ഇതുപോലെ യൂണിയൻ ഇടപെട്ട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. KSRTC MD ആയിരുന്ന ടോമിൻ തച്ചങ്കരിയൊക്കെ യൂണിയൻ ഇടപെട്ടാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം, അതും നല്ല പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തപ്പെട്ടത്. അപ്പോൾ യൂണിയൻ ഇടപെട്ടാൽ സംഭവിക്കാനുള്ളതേ ഉള്ളൂ. ശ്യാമിലിക്കൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ബാർ അസോസിയേഷൻ മുന്നിട്ട് നിന്നാൽ അപ്പോൾ തന്നെ മറുപടി അല്ലെങ്കിൽ നടപടി സ്വീകരിക്കാവുന്ന കാര്യമായിരുന്നു ഇത്. അതല്ലേ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയത്? അതെ, അത് ഈ ഇരട്ടത്താപ്പിന്റെ പ്രശ്നമാണ്. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പ്രിവിലേജ് ഉള്ള ഒരു സമൂഹത്തിൽ പ്രിവിലേജ് ഉള്ള മനുഷ്യരും ഇല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം അത് തന്നെയാണ് ഇവിടെ കൃത്യമായ അത് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. നീതി ദേവത കണ്ണു തുറന്നാലും ഇല്ലെങ്കിലും ഇവിടെ ജൂനിയർ അഭിഭാഷകരുടെ കണ്ണുനീർ വീടുകൊണ്ടിരിക്കുകയാണ്. അഡ്വക്കേറ്റ് ശ്യാമിലിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അവർക്ക് നീതി ഉറപ്പാക്കും എന്ന വിശ്വാസത്തിൽ ടോക്കിംഗ് പോയിന്റ് ഇവിടെ അവസാനിക്കുന്നു. ടോക്കിംഗ് പോയിന്റിൽ നമ്മോടൊപ്പം ചേർന്ന അമ്മുവിന് നന്ദി, നമസ്കാരം.